ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബോൾസത്തിൻ്റെ ചെടി ഇങ്ങനെ നീണ്ട് കുറേ പൂക്കളുണ്ടായ ശേഷം ഇങ്ങനെ നീണ്ട് വളർന്നത് വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റണം. അപ്പോൾ പലരും പറയാറുണ്ട് ബോൾസം ചെടികളൊന്നും പിടിച്ച് കിട്ടുന്നില്ല വേനൽക്കാലത്ത്. അപ്പോൾ ഞാൻ പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ മീതേത് നിന്ന് നല്ല മൂത്ത നല്ല പാകമായ പൂക്കളൊക്കെ ഇതായ ചെടി തണ്ട് മുറിച്ചെടുത്ത് മണലും ചാണകപ്പൊടിയും നിറച്ച ഈ ഒരു ചട്ടിയിലേക്ക് നനച്ച് കഴിഞ്ഞിട്ട് ശേഷം അതിലേക്ക് നടും. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടുകയാണ് പതിവ്. അപ്പോൾ അതിന് എല്ലാ ദിവസവും നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയോ വെള്ളമൊഴിക്കുകയോ ഒന്നും വേണ്ട. അത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം തണലത്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ നല്ലൊരു ഫ്രഷായി വാടാതെ ഇങ്ങനെ നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏതിൻ്റെ ചെടിയായാലും ബോൾസം മാത്രമല്ല ഏത് ചെടിയായാലും നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനും അത് നശിക്കാതിരിക്കാനും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെടി നട്ടാൽ അറിയാം, നമുക്ക് അത് പൂക്കളുണ്ടായി ശേഷം വീണ്ടും അത് നല്ല ഇതായി കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ അത് റീപ്ലാന്റ് ചെയ്യുകയും അതുപോലെ അതിനെ സംരക്ഷിക്കുകയും വേണം. അല്ലാതെ നമുക്ക് ഈ ചെറിയ ചെറിയ പ്ലാന്റുകൾ പണ്ടേ നമ്മൾ മുറ്റത്തൊക്കെ ചെത്തിയും ചെമ്പരത്തി കൊണ്ടപ്പൂവൊക്കെ നട്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം നട്ടെങ്കിൽ നമ്മൾ അത് പിന്നെ ശ്രദ്ധിക്കുകയേ വേണ്ട. എല്ലാ സമയത്തും അതിലിങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ നല്ല പൂക്കളുള്ള ഈ ചെടികളൊന്നും അങ്ങനെയല്ല. നമ്മൾ അതിന് ശ്രദ്ധയും അതിനുള്ള പരിചരണങ്ങൾ കൊടുത്താൽ തന്നെ അത് നശിക്കാതിരിക്കുകയും നല്ല നല്ല ബുഷിയായിട്ട് ഇങ്ങനെ ചട്ടി നിറച്ച് വളരുകയുള്ളൂ കേട്ടോ. വളത്തിനേക്കാൾ ആവശ്യം ഈ ഒരു റീപ്ലാന്റേഷനും അതുപോലെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഒരു ചെടി നട്ടെങ്കിൽ അത് പിന്നെ പോയി അതിന് മാറി നിന്ന് പൂക്കളുണ്ടായോ എന്ന് നോക്കുക മാത്രമല്ല ചെയ്യേണ്ടത് കേട്ടോ. താങ്ക് യു.